രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖല അനുദിനം മാറ്റത്തിന്റെ പാതയിലാണ്. പൊതുവെ നിക്ഷേപകർ ഈ മേഖലയിൽ ഏറ്റവും അധികം ഓപ്ഷൻസ് സ്വീകരിക്കുന്നത് റിയൽറ്റി സെക്ടറിലാണ്. എന്നാൽ ബിൽഡേഴ്സിനപ്പുറം അടിസ്ഥാന വികസന മേഖലയിലെ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയ ഉണ്ട്. ക്രെയിൻ റെന്റിന് കൊടുക്കുന്ന ഒരു കമ്പനിയുടെ സാധ്യതകൾ നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. രാജ്യത്തുടനീളം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ക്രെയിൻ റെന്റിംഗ് ആണ് ദിവസേന നടക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1989 സ്ഥാപിതമായ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രെയിൻ റെന്റിംഗ് കമ്പനികളിലൊന്നായ സാങ്വി മൂവേഴ്സ് ഇന്ത്യയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. എങ്ങനെയാണ് സാങ്വി മൂവേഴ്സ് മറ്റുള്ള കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്? ഇന്റർനാഷണൽ ക്രെയിൻസ് റാങ്ക് ചെയ്ത ആഗോളതലത്തിൽ 4ാമത്തെ വലിയ കമ്പനിയാണ് പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാങ്വി മൂവേഴ്സ്. ഹെവി ഉപകരണങ്ങൾ നൽകുന്നതിൽ വൈദഗ്ധ്യം നേടിയ കമ്പനി റോഡുകൾ മുതൽ വൈദ്യുതി പ്ലാന്റുകൾ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങി ഹൈ വാല്യൂ മാസീവ് പ്രോജക്റ്റിന്റെ പങ്കാളികളാണ്. 400-ലധികം ക്രെയിനുകൾ സ്വന്തമായുള്ള ഇൻഡസ്ട്രിയിലെ വെറും ഒരു പ്ലെയർ മാത്രമല്ല സാങ്വി, മറിച്ച് മേഖലയിൽ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ച കമ്പനി കൂടിയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, ഊർജം, നിർമ്മാണം തുടങ്ങി രാജ്യത്തിന്റെ വളർച്ചയെ നയിക്കുന്ന പ്രധാന സെക്ടറിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് സാങ്വിയുടെ ഓഹരികൾ അട്രാക്റ്റീവ് ആകുന്നത്? ആദ്യത്തെ റീസൺ, രാജ്യത്തിന്റെ അടിസ്ഥാന വികസന മേഖല അടിമുടി മാറ്റത്തിന്റെ പാതയിലാണ്. റോഡുകൾ, റെയിൽവേകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, പുനരുപയോഗ ഊർജ പദ്ധതികൾ തുടങ്ങി സെക്ടറിലെ വർദ്ധിച്ചു വരുന്ന സർക്കാർ നിക്ഷേപം തന്നെ ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. 2024-25 ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇന്ത്യൻ സർക്കാർ 11 ലക്ഷം കോടിയിലധികം അനുവദിച്ചു. ഇത് രാജ്യത്തിന്റെ GDP-യുടെ ഏകദേശം 3.4%. കണക്ടിവിറ്റി, പൊതുപയോഗങ്ങൾ, നഗരവികസനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ നിരവധി നടപടികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒക്കെ ഡയറക്റ്റ് ബെനിഫിഷ്യറി ആകുന്ന കമ്പനി എന്ന നിലയിൽ അവിടെയും സാങ്വി മൂവേഴ്സ് പോലുള്ള കമ്പനികളുടെ സാധ്യത വളരെ വലുതാണ്. ഇങ്ങനെയുള്ള പദ്ധതികൾ നടക്കുന്ന സമയത്ത്, പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വികസന പദ്ധതികൾ നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും പ്രധാനമായിട്ടും ബ്രിഡ്ജസ്, കൺസ്ട്രക്ഷൻ, അങ്ങനെ പല മേഖലകളിലേക്കുമാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇത്തരം ആൻസിലറി സർവീസ് സെക്ടറിലെ കമ്പനികൾക്കും വലിയ വളർച്ചാ സാധ്യതയുണ്ട് എന്ന് നിക്ഷേപകർ മനസ്സിലാക്കുക. രണ്ടാമത്തെ റീസൺ, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റും ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊമോട്ടറും ഏതൊരു ഓഹരികൾക്കും നൽകുന്ന ശക്തി ചെറുതല്ല. 2360 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നിലവിൽ 47.3%. മൂന്നാമത്തെ റീസൺ, ഒരു സബ്സ്റ്റാൻഷ്യൽ കറക്ഷന് ശേഷം ഇപ്പോൾ ഓഹരികൾ ചീപ്പ് വാല്യുവേഷനിലാണ് എന്നുള്ളതാണ്. 2007 ജനുവരി 24 കമ്പനി ഓഹരി വിപണിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് 87 രൂപയായിരുന്നു ലിസ്റ്റിംഗ് പ്രൈസ്. 747 രൂപ എന്നൊരു ഓൾ ടൈം ഹൈ ആണ് സ്റ്റോക്ക് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ 246 രൂപ പരിധിയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പിയർ ഗ്രൂപ്പുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് സാങ്വി മൂവേഴ്സിന്റെ PE റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവാണ് താനും. അതായത് സ്റ്റോക്ക് പെർഫോമൻസിലെ ഒരു താൽക്കാലിക ഇടിവ് നിക്ഷേപകർക്ക് ഒരു അവസരമായി കണക്കാക്കാം. നമുക്കറിയാം, ഏതൊരു നിക്ഷേപത്തിനും അതിൻ്റെതായ റിസ്ക് വശങ്ങളുമുണ്ട്. ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കമ്പനി എന്ന നിലയിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻഫ്ലേഷൻ, അതോടൊപ്പം തന്നെ കോമ്പറ്റീറ്റീവ് സമ്മർദ്ദങ്ങളെല്ലാം കമ്പനിയെ അഫക്ട് ചെയ്യാൻ സാധ്യതയുമുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ശക്തമായ വിപണി സ്ഥാനവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസും ഉള്ളത് കൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കമ്പനി സജ്ജമാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല, ലോങ് ടേമിലേക്ക് നോക്കിയാൽ കമ്പനിയുടെ ഡെറ്റ് കുറഞ്ഞു വരുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ കമ്പനി അവരുടെ ഫ്ലീറ്റ് വികസിപ്പിക്കുന്നതിലും ടെക്നിക്കൽ സ്കിൽസ് മെച്ചപ്പെടുത്തുന്നതിലും വിൻഡ്, സോളാർ പോലുള്ള കൂടുതൽ മേഖലകളിൽ എക്സ്പ്ലോർ ചെയ്യുന്നതിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് കാണാം. ഈ ഘടകങ്ങളെല്ലാം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ തുടർച്ചയായ വളർച്ചയ്ക്ക് സാങ്വി മൂവേഴ്സിനെ പ്രാപ്തമാക്കുകയാണ്. കുതിച്ചുയരുന്ന ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ശക്തമായ വളർച്ചാ സാധ്യതയുള്ള ഒരു ഓഹരിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ സാങ്വി മൂവേഴ്സ് ഇന്ത്യ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയേക്കാം. ഡൊമിനന്റ് മാർക്കറ്റ് പൊസിഷൻ, ശക്തമായ സാമ്പത്തിക ട്രാക്ക് റെക്കോർഡ്, രാജ്യത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയ ചില പദ്ധതികളിൽ പരിചയം എന്നിവയൊക്കെ തന്നെ കമ്പനിക്ക് മുതൽക്കൂട്ടാകുന്നുമുണ്ട്. നമ്മൾ നിരന്തരം പല ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്നവരാണല്ലേ. ഇനി വഴിയോരങ്ങളിൽ
കൺസ്ട്രക്ഷൻസും ഡെവലപ്മെന്റൽ വർക്ക്സും ഒക്കെ നടക്കുന്ന സമയത്ത് എത്രയോ ക്രെയിൻസും അനുബന്ധ വാഹനങ്ങളും കാണാറുണ്ട്. ഇതിന്റെ ഒക്കെ പിന്നിൽ ഇത്രയും വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഇതൊരു സാമ്പത്തിക ഉപദേശമോ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അല്ല, മറിച്ച് ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ ഉപദേശം തേടുക. ഇത്തരം വളർച്ചാ സാധ്യതകളുള്ള ഒരു സ്റ്റോക്കുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.